ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലമാണ്. ഇതുവരെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ്, അതായത് എഫ് യു ഒരു എക്സിലും വൈയുള്ള ഫംഗ്ഷനും എക്സും വൈയും ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഡി യു ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഗിവൺ യു ഈക്വൽ ടു സൈൻ എക്സ് ബൈ വൈ, എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ. എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ. ഫൈൻഡ് du by dt as a function of t. Verify your result by direct substitution. അതായത് du by dt കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് അത് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് എക്സിന്റെ വാല്യൂ ഇ റേസ് ടു ടിയും വൈൻ്റെ വാല്യൂ ടി സ്ക്വയറും യു ഈക്വൽ ടു സൈൻ എക്സ് ബൈ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണാം. ഡയറക്റ്റ് ഫസ്റ്റ് നമ്മൾ നേരത്തെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ ആണെന്ന് നമ്മളോട് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, യു ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ബൈ വൈ, എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം യു എന്ന് പറഞ്ഞത് എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്, എക്സ് പറഞ്ഞാൽ ടിയിലുള്ള ഫംഗ്ഷനാണ്, വൈ പറഞ്ഞാൽ ടി സ്ക്വയറുള്ള ഫംഗ്ഷനാണ്, സോറി വൈയും ടിയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഡോ യു ബൈ ഡോ എക്സ്, യു എന്ന് പറഞ്ഞാൽ എന്താണ്, സൈനിലുള്ള യു പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് ബൈ വൈ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സെപ്പറേറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം, ഞാൻ ഒറ്റയടിക്ക് ചെയ്തതാണ്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടും, ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് അല്ല. അപ്പൊ കോസ് എക്സ് ബൈ വൈ ഇൻറ്റു എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാല് വിത്ത് റെസ്പെക്ട് എക്സിലാണ്. ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാല് ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് ബൈ വൈ. അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ. എക്സ് ബൈ വൈ വിത്ത് റെസ്പെക്ട് എക്സിലാവുന്നത് എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ വൺ ബൈ വൈ. അപ്പൊ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാല് കോസ് എക്സ് ബൈ വൈ ഇൻറ്റു വൺ ബൈ വൈ എന്ന് കിട്ടും. അതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് ബൈ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ സൈനിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ്, അപ്പൊ കോസ് എക്സ് ബൈ വൈ എന്ന് കിട്ടും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് വേണ്ട, വൺ ബൈ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ വൈ സ്ക്വയർ. അപ്പൊ എക്സ് ബൈ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി കോസ് എക്സ് ബൈ വൈ ഇൻറ്റു വൺ ബൈ വൈ. അതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കോസ് എക്സ് ബൈ വൈ ഇൻറ്റു മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ. ഡോ യു ബൈ ഡോ എക്സും കിട്ടി, ഡോ യു ബൈ ഡോ വൈ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു ടി. ഇ റേസ് ടു ടിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു ടി. അതുപോലെ ഡി വൈ ബൈ ഡി ടി പറഞ്ഞാല് ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ടു ടി. ഇപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി, ഡോ യു ബൈ ഡോ എക്സ് കിട്ടി, ഡോ യു ബൈ ഡോ വൈ കിട്ടി, ഡി എക്സ് ബൈ ഡി ടി ടി, ഡി വൈ ബൈ ഡി ടി ടി. ആ വാല്യൂ എന്താ ചെയ്യുക, ഡി യു ബൈ ഡി ടി ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഡോ യു ബൈ ഡോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, കോസ് എക്സ് ബൈ വൈ ഇൻറ്റു വൺ ബൈ വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്താ കിട്ടിയിട്ടുള്ളത്, ടി ആണ്, ഇ റേസ് ടു ടി ആണ്. അപ്പോൾ കോസ് എക്സ് ബൈ വൈ ഇൻറ്റു വൺ ബൈ വൈ ഇൻറ്റു ടി പ്ലസ് ഡി യു ബൈ ഡി വൈ എന്താ കിട്ടിയിട്ടുള്ളത്, കോസ് എക്സ് ബൈ വൈ ഇൻറ്റു മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്താ കിട്ടിയിട്ടുള്ളത്, ടു ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡി യു ബൈ ഡി ടി ഈക്വൽ ടു കോസ് എക്സ് ബൈ വൈ ഇൻറ്റു വൺ ബൈ വൈ ഇൻറ്റു ഇ റേസ് ടു ടി പ്ലസ് കോസ് എക്സ് ബൈ വൈ ഇൻറ്റു മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ ഇൻറ്റു ടു ടി. ഇനി എക്സിന്റെ വാല്യൂ എന്താണ്, എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ ഇ റേസ് ടു ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ ഇ റേസ് ടു ടി, വൈന്റെ വാല്യൂ പറഞ്ഞാൽ ടി സ്ക്വയർ. അപ്പൊ കോസ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു വൈന്റെ വാല്യൂ പറഞ്ഞാല് ടി സ്ക്വയർ. അപ്പോൾ ഇ റേസ് ടു ടി ബൈ ടി സ്ക്വയർ മൈനസ് ടു കോസ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ ഇ റേസ് ടു ടി, വൈന്റെ വാല്യൂ പറഞ്ഞാൽ ടി സ്ക്വയർ. അപ്പോൾ ടി
ടി അപ്പോൾ ടി റേസ് ടു 4 ഇൻറ്റു 2t എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി ക്യൂബ്. ഇപ്പോൾ ഇവിടെ എന്ത് കോമൺ ആയിട്ടുണ്ട്? ഇ റേസ് ടു കോമൺ ആയിട്ടുള്ള വേർഡ് ഏതൊക്കെയാണ്? കോസ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ കോമൺ ആണ്. അതുപോലെ ഇ റേസ് ടു ടിയും കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്താ ടി ഇവിടെ നിന്ന് നമുക്ക് 2 മൈനസ് ടി ടി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി കോസ് ഇ റേസ് ടു ടി ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്ത് പറഞ്ഞാൽ ആദ്യം നമുക്കറിയാം യു എന്ന് പറഞ്ഞാൽ എക്സിനും വൈയിലുള്ള ഫംഗ്ഷനാണ്, എക്സ് പറഞ്ഞാൽ ടിയിലുള്ള ഫംഗ്ഷനാണ്, വൈ പറഞ്ഞാൽ ടിയിലുള്ള ഫംഗ്ഷനാണ്. അങ്ങനെ ഈ ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇനി നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക സെപ്പറേറ്റ്, ഡോ യു ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യുക, ഡി എക്സ് ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യുക, ഡി വൈ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ എഴുതുമ്പോൾ ഒക്കെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് എഴുതണം. ഇപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും കോസ് എക്സ് ബൈ വൈ ഇൻറ്റു 1 ബൈ വൈ. അതുപോലെ ഡോ യു ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും കോസ് എക്സ് ബൈ വൈ ഇൻറ്റു മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ. അതുപോലെ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി കിട്ടും, ഡി വൈ ബൈ ഡി ടി പറഞ്ഞാൽ 2t എന്നും കിട്ടും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ഈ റിസൾട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എക്സിന്റെ വാല്യൂകളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈനൽ റിസൾട്ട് കിട്ടി. ഇനി നമ്മളോട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളിതൊന്ന് ചെക്ക് ചെയ്യാം. യു ഈക്വൽ ടു സൈൻ എക്സ് ബൈ വൈ ആണ്. അപ്പോൾ എക്സ് പറഞ്ഞാല് ഇ റേസ് ടു ടി ആണ്, വൈ പറഞ്ഞാൽ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് യു ഈക്വൽ ടു സൈൻ ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം. ഇതിങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ ലാസ്റ്റ് ചെയ്താൽ മതി. അല്ല നിങ്ങളോട് ഡോ യു ബൈ ഡോ എക്സ് ഡി എക്സ് ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടാൽ മതി. ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ മതി. നിങ്ങളോട് അത് എന്ത് പറയണം? വെരിഫൈ ചെയ്യാൻ പറയണം. റിസൾട്ട് വെരിഫൈ യുവർ റിസൾട്ട് ബൈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മാത്രമേ ലാസ്റ്റ് ചെയ്താൽ മതി. അതായത് യു ഈക്വൽ ടു സൈൻ എക്സ് ബൈ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പറഞ്ഞാൽ ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യു ഈക്വൽ ടു സൈൻ ഓഫ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഡി യു ബൈ ഡി ടി പറഞ്ഞാൽ സൈനിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ കോസ്. അപ്പോൾ കോസ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ഈ എന്താ അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ ഉണ്ട്. അപ്പോൾ ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ടിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ അതായത് 2t കിട്ടും. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി മൈനസ് ഇൻറ്റു 2t ഡിവൈഡ് ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ അതായത് ടി റേസ് ടു 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി യു ബൈ ഡി ടി പറഞ്ഞാൽ കോസ് ഇ റേസ് ടു ടി ടി സ്ക്വയർ ഇൻറ്റു 2 മൈനസ് ടി ഡിവൈഡ് ബൈ ടി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ടി എന്ന് കിട്ടും. അപ്പോൾ രണ്ടും കറക്റ്റാന്ന് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം അടുത്ത് നമുക്ക് ഇഫ് എക്സ് ഇസ് ആൻ ഇൻക്രീസ് ഒരു പ്രോബ്ലം ആണ്. ഇത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള സാധാ അപ്ലൈഡ് പ്രോബ്ലം ആണ്. ഇഫ് എക്സ് ഇസ് ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per second at the instant value when x equal to 3 centimeter and y equal to 1 centimeter, at what rate must y be changing in order that the function 2xy minus 3x square y shall be neither increasing nor decreasing? x പറഞ്ഞാൽ 2 centimeter per secondൽ എന്ത് ചെയ്യുന്നുണ്ട്? റേറ്റ് ഉണ്ട്. വെൻ എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ എക്സിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻക്രീസ് ചെയ്യുന്നത് പറഞ്ഞാൽ 2 centimeter per second ആണ്. അതുപോലെ വൈ 1 centimeter ആകുമ്പോൾ എക്സും വൈയും 1 centimeter. വൈ ഇനി നമ്മളോട് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. ഇഫ് എക്സ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per second അറ്റ് ദ ഇൻസ്റ്റന്റ്, അതായത് എക്സ് പറഞ്ഞാൽ 2 centimeter per second ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 3 ആകും, വൈ ഈക്വൽ ടു 1 ആകുമ്പോൾ ആണ്. At what rate must be y changing in order that the function 2xy അതായത് വൈയിൽ എന്ത് ചേഞ്ച് വരണം? 2xy minus 3x square y shall be neither increasing nor decreasing. 2xy minus 3x square y എന്നുള്ള ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാനും പാടില്ല, ഡിക്രീസ് ചെയ്യാൻ, രണ്ടും ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ് അല്ലാതെ ഇരിക്കാൻ വൈയിൽ എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് വേണമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്
യു ഈക്വൽ ടു നമുക്ക് യു ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത് 2xy മൈനസ് 3xy ആണ്. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. യുവിലുള്ള ചേഞ്ച് ആണ്. യു ഈക്വൽ ടു 2xy മൈനസ് 3x²y. അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിനെ എക്സ് എന്ന് പറഞ്ഞാൽ ടൈമാണ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്, വൈയും ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഡി യു ബൈ ഡി യു എന്ന് പറഞ്ഞാൽ 2a, അപ്പൊ യു എന്ന് പറഞ്ഞാൽ 2xy മൈനസ് 3x²y. അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്, വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആയതുകൊണ്ട് യു ഇസ് എ യു എന്ന് പറഞ്ഞാൽ എക്സിലും വൈ ഉള്ള ഫംഗ്ഷൻ ആണ്, എക്സും വൈയും ടിയിലുള്ള ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ 2xy മൈനസ് 3x² വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2y മൈനസ് 6xy എന്ന് കിട്ടും. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ 2y മൈനസ് 6xy എന്ന് കിട്ടും. ഡി എക്സ് ബൈ ഡി ടി പറഞ്ഞാൽ നമുക്കറിയില്ല, ഡി എക്സ് ബൈ ഡി ടി തന്നെയാണ്. അതുപോലെ ഡി എക്സ് തന്നിട്ടില്ലേ, എക്സ് ഈക്വൽ ടു എക്സ് 3 സെന്റിമീറ്റർ ആകുമ്പോൾ എക്സ് ഉണ്ടാകുന്ന ചേഞ്ച് പറഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞാൽ 2 ഡി എക്സ് ബൈ ഡി ടിന്റെ വാല്യൂ ആണ്. എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. എക്സ് 3 സെന്റിമീറ്റർ ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എക്സ് ഇൻക്രീസ് ചെയ്തിട്ട് 3 സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി, അത് റേറ്റ് ഓഫ് ചേഞ്ച് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ വൈ 1 സെന്റിമീറ്റർ ആകുമ്പോഴും വൈ 1 സെന്റിമീറ്റർ ആകുമ്പോഴും എക്സ് 3 സെന്റിമീറ്റർ ആകുമ്പോഴും ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 2 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് യു ഡിക്രീസും ചെയ്യാൻ പാടില്ല, ഇൻക്രീസും ചെയ്യാൻ പാടില്ല. യു ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി യു ബൈ ഡി ടി ലെസ് ദാൻ 0 എന്നാണ്, സോറി ഡി യു ബൈ ഡി ടി ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. യു ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി ടി ലെസ് ദാൻ 0 ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ പോസിറ്റീവ് ആണെങ്കിൽ യു ഇൻക്രീസിങ് ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. അപ്പൊ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും അല്ലാതിരിക്കണമെങ്കിൽ എന്താണ്, ഈ ഡി യു ബൈ ഡി ടി എന്താണ് 0 ആണ്. അപ്പോൾ ഏത് ഡി യു ബൈ ഡി ടി 0 ആവണമെങ്കിൽ എക്സിന് അതായത് ഡി വൈ ബൈ ഡി ടി എത്ര ആവണമെന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ്, അതായത് വൈയിലുണ്ടാവുന്ന ചേഞ്ച് എത്ര വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഡി യു ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. 2y മൈനസ് 6xy ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 2x മൈനസ് 3x² ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അതാണ് ഡി യു ബൈ ഡി ടി. ഇനി എക്സ് 3 സെന്റിമീറ്ററും വൈ 1 സെന്റിമീറ്റർ ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ എക്സ് അതായത് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് എക്സ് 3യും വൈ 1 ആകുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 2 ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, യു ഇൻക്രീസ് ചെയ്യാനും പറയാ, ഡിക്രീസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഡി യു ബൈ ഡി ടി എന്താണ് 0 ആവണം. അപ്പോൾ എക്സ് ഡി എക്സ് ബൈ ഡി ടി തന്നിട്ടുണ്ട്, ഡി യു ബൈ ഡി ടി തന്നിട്ടുണ്ട്. ഡി എക്സ് ബൈ ഡി ടി 2 ആണ്, ഡി യു ബൈ ഡി ടി 0 ആണ്. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്, ഡി യു ബൈ ഡി ടി 0 കിട്ടിയിട്ടുണ്ട്, ഡി എക്സ് ബൈ ഡി ടി 2 ആണ്, ഡി വൈ ബൈ ഡി ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 0 ഡി യു ബൈ ഡി ടി 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 3 ആകുമ്പോഴാണ് വൈ ഈക്വൽ ടു 2 ആകുമ്പോൾ. അപ്പൊ 2 ഇൻറ്റു വൈന്റെ വാല്യൂ എത്രയാണ് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 മൈനസ് 6 ഇൻറ്റു എക്സിന്റെ വാല്യൂ 3, വൈന്റെ വാല്യൂ 1. അപ്പോൾ 2 മൈനസ് 6 ഇൻറ്റു 3 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിന്റെ വാല്യൂ എത്രയാണ് 2 ആണ് പ്ലസ് 2x 2 ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 3² ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. കാരണം ഡി വൈ ബൈ ഡി ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 0 ഈക്വൽ ടു എന്ത് കിട്ടും, 2 മൈനസ് 6 ആകുമ്പോൾ -4. അപ്പൊ -8 0 ഈക്വൽ ടു -8 പ്ലസ് 6 മൈനസ് 3 6 മൈനസ് 27. അപ്പൊ -8 പ്ലസ് 6 മൈനസ് 27 എന്ന് പറയുമ്പോൾ 6 മൈനസ് 27 എന്ന് പറയുമ്പോൾ എത്ര -21. അപ്പൊ -8 സോറി 2 മൈനസ് 18 ആണ്. സോറി 0 ഈക്വൽ ടു 2 മൈനസ് 18 ഇൻറ്റു 2 പ്ലസ് 6 മൈനസ് 27 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അതായത് 2 മൈനസ് 18 എന്ന് പറഞ്ഞാൽ -16. അപ്പൊ -16 ഇൻറ്റു 2 പറഞ്ഞാൽ -32. അപ്പൊ 0 ഈക്വൽ ടു -32 പ്ലസ് -21 ഡി വൈ ബൈ ഡി ടി. അതായത് ഇവിടെ നിന്ന് കിട്ടും -32 -21
minus 32 minus 21 dy by dt equal to 0 എന്ന് കിട്ടും അല്ല. minus 32 minus 21 dy by dt equal to 0. അവിടുന്ന് minus 21 dy by dt equal to 32 എന്ന് കിട്ടും. അവിടുന്ന് dy by dt equal to minus 32 by 21 centimeter per second. അപ്പോൾ y is increasing, നെഗറ്റീവ് dy by dt നെഗറ്റീവ് ആണ്, y ഡിക്രീസ് ചെയ്യാണ്. y decreasing at the rate of 32 by 21. നെഗറ്റീവ് dy by dt ന്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് എത്ര വെച്ച് കഴിഞ്ഞാൽ ഈ സൈൻ ഉപയോഗിക്കണ്ട, 32 by 21 ആണ് റേറ്റ്. കാരണം നെഗറ്റീവ് ആകുമ്പോൾ ഡിക്രീസിങ്. അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഇഫ് എക്സ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per second at the instant when x equal to 3 and y equal to 1. x 3 y 1 ആകുമ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2 centimeter per second ആണ്. അതായത് എക്സിന്റെ വാല്യൂ 3 വൈന്റെ വാല്യൂ 1 ആകുമ്പോഴും ഡി എക്സ് ബൈ ഡി ടിന്റെ വാല്യൂ ഡി എക്സ് ബൈ ഡി ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 centimeter per second ആണ്. ഇവിടെ ടൈമാണ്. എക്സ് ഈസ് എ ഫംഗ്ഷനും എക്സിന് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈം ഇൻക്രീസ് ചെയ്തിങ്ങനെ വരുന്നതനുസരിച്ച് എക്സ് കൂടി ഇങ്ങനെ വരും, അല്ലെങ്കിൽ കുറഞ്ഞു വരും. അതുപോലെ വൈ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എക്സ് ടൈമിനനുസരിച്ച് വൈ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വൈ എന്ന് പറഞ്ഞാൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്, വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അത് മനസ്സിലാക്കണം. അപ്പോൾ എക്സ് എക്സിന്റെ ഇൻക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ അതിന്റെ വൈ ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സിന്റെ ഇൻക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2 centimeter per second ആണ്. ഇനി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, അറ്റ് വാട്ട് റേറ്റ് മസ്റ്റ് y be changes in order that the function 2xy minus 3x square y, അതായത് u equal to എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ, 2xy minus 3x square y എന്നുള്ള ഫംഗ്ഷന് ഇൻക്രീസും ചെയ്യാൻ പാടില്ല, ഡിക്രീസും അല്ല. ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ല, ഡിക്രീസും അല്ലാതിരിക്കണമെങ്കിൽ വൈക്ക് എന്ത് ചേഞ്ച് വേണം എന്നാണ് ചോദിച്ചത്. അതായത് dy by dt എന്താവണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോ എക്സ് തന്നിട്ടുണ്ട്, ഡി എക്സ് ബൈ ഡി ടി 2 centimeter per second ആണ് when x equal to 3 and y equal to 1 centimeter ആകുമ്പോൾ. ഓക്കെ, എക്സ് എന്നാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, u equal to 2xy minus 3x square y എന്നുള്ള ഫംഗ്ഷന് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും അല്ലാതിരിക്കണമെങ്കിൽ വൈക്ക് എന്ത് ചേഞ്ച് വേണം, വൈന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് dy by dt എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ലെറ്റ് യു പ്രോബ്ലം എങ്ങനെയാണ്, അപ്പൊ യു ഈക്വൽ ടു 2xy minus 3x square y. ഓക്കെ, ഒരു ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇനി യു ഇൻക്രീസ് ചെയ്യാനും പാടില്ല, ഡിക്രീസ് ചെയ്യാനും പാടില്ല ടൈം ടിയില്. യു ഇൻക്രീസ് ചെയ്യാനും പാടില്ല, ഡിക്രീസ് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ യു ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഡി യു ബൈ ഡി ടി പോസിറ്റീവ് ആവാന്ന് നടത്തും. അതുപോലെ യു ഡിക്രീസ് ആവാന്ന് പറഞ്ഞാൽ എന്താണ്, ഡി യു ബൈ ഡി ടി നെഗറ്റീവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡി യു ബൈ ഡി ടി പോസിറ്റീവ് ആവാനും പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പൊ ഡി യു ബൈ ഡി ടി എന്താവണം, 0 ആവണം. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഡി യു ബൈ ഡി ടി നിർബന്ധമായിട്ട് എന്തായിരിക്കണം, 0 ആണ്. അപ്പൊ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡി യു ബൈ ഡി ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ യു ഈക്വൽ ടു 2xy minus 3x square y. അതുകൊണ്ട് ഡി യു ബൈ ഡി ടി അറിയാം, നമുക്കറിയാം എക്സും വൈയും ടിയില് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എക്സും വൈയും ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ടൈമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡി യു ബൈ ഡി ടി അറിയാം ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇവിടുന്ന് ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് അറിയാം ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xy minus 3x square y that is equal to 2y minus 6xy എന്ന് കിട്ടും. ഇതുപോലെ ഡോ യു ബൈ ഡോ വൈ കാണാം. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് 2xy minus 3x square y that is equal to 2x minus 3x square എന്ന് കിട്ടും. അപ്പൊ ഡോ യു ബൈ ഡോ വൈയും ഡോ യു ബൈ ഡോ എക്സും കിട്ടി. ഇനി ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി ഡയറക്റ്റ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് മാത്രമേ ഉള്ളൂ. എക്സിന്റെ വാല്യൂ എന്താന്ന് എക്സ് തന്നിട്ടില്ല. അതുപോലെ ഡി വൈ ബൈ ഡി വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് നമുക്കറിയുള്ളൂ, വൈന്റെ വാല്യൂ എന്താ അറിയില്ല. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി അതുപോലെ തന്നെ ഇതാ ഡി വൈ ബൈ ഡി ടി. അപ്പൊ നമുക്ക് എന്ത് ഡോ യു ബൈ ഡോ ടി, ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 2y minus 6xy into dx by dt plus 2x minus 3x square into dy by dt. ഇനി
എക്സ് വൈയും എക്സ് ത്രീയും വൈ വൺ ആകുമ്പോൾ എക്സ് എന്താവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി പറഞ്ഞാൽ എത്ര? 2 എന്ന് കിട്ടും. ഇനി യു എന്താൻ പാടില്ല? ഇൻക്രീസ് ചെയ്യാനും പാടില്ല, ഡിക്രീസ് ചെയ്യാൻ പാടില്ല. യു ഇൻക്രീസ് ചെയ്യാനും പാടില്ല, ഡിക്രീസ് ചെയ്യാനും പാടില്ല. പറഞ്ഞാൽ എന്താവണം? ഡി യു ബൈ ഡി ടി എന്താവണം? 0 ആവണം. അപ്പൊ എക്സ് 3 ആവുമ്പോൾ എക്സ് 3യും വൈ 1 ആവുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി 2 ആവണം, ഡി യു ബൈ ഡി ടി എന്താവണം? 0 ആവണം. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വൈന്റെ ഡി റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നാണ്, അതായത് ഡി വൈ ബൈ ഡി ടി എന്താവണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ഈക്വേഷൻ 1ന്ന് ഡി യു ബൈ ഡി ടി നമുക്കറിയാം 0 ആണെന്നുള്ളത്. അപ്പോൾ 0 ഈക്വൽ ടു ഇക്വേഷൻ 1ന്ന് 0 ഈക്വൽ ടു എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന്റെ വാല്യൂ 1 ആണ്, വൈന്റെ എക്സിന്റെ വാല്യൂ 3 ആണ്, വൈന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 അതായത് 2 മൈനസ് 6 ഇൻറ്റു 3 ഇൻറ്റു 1 അതായത് 2 മൈനസ് 6 ഇൻറ്റു 3 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ബൈ ഡി ടി ആർ നമുക്കറിയാൻ തന്നിട്ടുണ്ട് 2 ആണ്. അപ്പൊ ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 2 എക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ 2 ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 3 സ്ക്വയർ അത് 9 കിട്ടും. 2 ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 9 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. 1ല് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? എക്സിന്റെ വൈന്റെ വാല്യൂ, അതുപോലെ ഡി എക്സ് ബൈ ഡി ടിന്റെ വാല്യൂ, ഡി യു ബൈ ഡി ടിന്റെ വാല്യൂ. ഡി എക്സ് ബൈ ഡി ടിന്റെ വാല്യൂ 2 ആണെന്ന് നമുക്കറിയാം, എക്സിന്റെ വാല്യൂ 3 ആണെന്ന് അറിയാം, വൈന്റെ വാല്യൂ 1 ആണെന്ന് അറിയാം, ഡി യു ബൈ ഡി ടിന്റെ വാല്യൂ 0 ആണെന്ന്. അപ്പൊ ആ വാല്യൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 നമുക്ക് എന്ത് കിട്ടും? 0 ഈക്വൽ ടു 2 മൈനസ് 6 ഇൻറ്റു 3 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 9 ഡി വൈ ബൈ ഡി ടി എന്നുണ്ട്. ഇവിടുന്ന് ഈ കേഷൻ നമുക്ക് മൈനസ് 32 പ്ലസ് മൈനസ് 32 മൈനസ് 21 ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവിടെ എന്ത് കിട്ടും? 32 ഈക്വൽ ടു മൈനസ് 21 ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 32 ഡിവൈഡ് ബൈ 21 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്ത് കിട്ടി? മൈനസ് 32 ഡിവൈഡ് ബൈ 21. അപ്പോൾ ഡി വൈ ബൈ ഡി ടി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് വൈ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. റേറ്റ് ഓഫ് ഡിക്രീസിങ് എത്രയാണ്? സൈൻ ഉപയോഗിക്കൂല, 32/21 വെച്ചാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം എന്നോട് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട്.